KS അരുൺകുമാർ, എന്നെ കേൾക്കാമോ? കേൾക്കാം. ഇവിടെ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് PS പ്രശാന്ത് തുടരും എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ഉണ്ടായിട്ടുള്ള നിലപാട്. അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടിക്കൊടുക്കും, ബോർഡിന്റെ കാലാവധി നീട്ടിക്കൊടുക്കും എന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനുള്ള നീക്കങ്ങൾ തുടങ്ങിയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവസാന നിമിഷം മറ്റ് 5 പേരുകൾ പരിഗണിക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നു. ഏറ്റവും ഒടുവിലാണ് ഈ കെ ജയകുമാറിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. മറ്റൊരു സാഹചര്യവും സാധ്യതയും ഇല്ലാത്തപ്പോൾ, കോടതി പിടിമുറുക്കിയപ്പോൾ അനിവാര്യമായി വന്നതാണോ ഈ തീരുമാനം? ഇവിടെ ദേവസ്വം ബോർഡിന്റെ ചെയർമാന്റെ കാലാവധി തീർന്നാൽ ആ കാലാവധി തുടർച്ചയായി നീട്ടിക്കൊടുക്കാൻ കഴിയില്ല. അതായത് ഒരാൾ ദേവസ്വം ബോർഡിന്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആ കാലാവധി പൂർത്തീകരിച്ചാൽ പിന്നീട് തുടർച്ചയായി കാലാവധി നീട്ടാൻ കഴിയില്ല. അല്ലെങ്കിൽ മറ്റൊരാൾ വീണ്ടും ചെയർമാനായി പിന്നീട് ഒരു പീരീഡ് കഴിഞ്ഞാൽ അയാളെ വീണ്ടും റെക്കമെൻഡ് ചെയ്യാനോ അപ്പോയിന്റ് ചെയ്യാനോ കഴിയും. അല്ലാതെ തുടർച്ചയായി കാലാവധി നീട്ടാൻ നിയമം അനുശാസിക്കുന്നില്ല. നിയമം അത്തരത്തിൽ അനുശാസിക്കാത്തിടത്തോളം കാലം ഒരിക്കലും പ്രശാന്തിന് തുടരാൻ കഴിയില്ല. ഇപ്പൊ ഇവിടെ ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി പറഞ്ഞത്, നമ്മൾ മനസ്സിലാക്കിയത് പ്രശാന്തിന് കാലാവധി നീട്ടിക്കൊടുക്കും, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പ്രശാന്തിന് കാലാവധി നീട്ടിക്കൊടുക്കും എന്ന രൂപത്തിലാണ്. ഇവിടെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമവും സ്റ്റാറ്റ്യൂട്ടിനും വിരുദ്ധമായിട്ട് അങ്ങനെ കാലാവധി നീട്ടിക്കൊടുക്കാൻ കഴിയുമോ? ഇവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ SIT രൂപീകരിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹൈക്കോടതിയാണ് മേൽനോട്ടം വഹിക്കുന്നത്. ഓരോ 10 ദിവസവും നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതി വിളിച്ചു വരുത്തി സീൽഡ് കവറിൽ പരിശോധിച്ച് അതിനെക്കുറിച്ച്, ആ നടത്തിയ അന്വേഷണത്തെക്കുറിച്ച് കൃത്യമായി ഇടക്കാല ഉത്തരവിന്റെ ഭാഗമാക്കി മാറ്റുന്നു. പിന്നീട് അന്വേഷണം ഏത് തരത്തിൽ പോകണം, ആരെയൊക്കെ ചോദ്യം ചെയ്യണം, എന്തൊക്കെ റിക്കവറി നടത്തണം, ഏതൊക്കെ രേഖകൾ സീസ് ചെയ്യണം എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഏറ്റവും അവസാനം, അതായത് 2 ദിവസം മുമ്പ് ഹൈക്കോടതിയിൽ നിന്ന് പുറത്തിറക്കിയ ഇടക്കാല ഉത്തരവിന്റെ പേജ് 15 പാരഗ്രാഫ് 13 പറഞ്ഞിരിക്കുന്നത് പോലെ മുഴുവൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളുടെ മുന്നിൽ ഹാജരായി. ഞങ്ങൾ അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ചു. ആ റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ശരിയായ വഴിക്കാണ് അന്വേഷണം പോകുന്നത് എന്നതാണ് പാരഗ്രാഫ് 13 പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ശരിയായ വഴിക്ക് പോകുന്ന അന്വേഷണം, ആ അന്വേഷണത്തിന്റെ മുന്നോട്ട് പോകുമ്പോൾ ഈ അന്വേഷണ ഏജൻസി പാടില്ല, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ അന്വേഷണം നടത്തുന്നില്ല, അന്വേഷണത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു എന്നെല്ലാം കോൺഗ്രസിന്റെ പ്രതിനിധികളും BJPയുടെ പ്രതിനിധികളും കിടന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നാം കാണുകയാണ്. നമുക്കറിയാം, ശബരിമലയുടെ ഒരു നയാ പൈസ നഷ്ടപ്പെടാൻ പാടില്ല, ഒരു തുണ്ട് സ്വർണമോ അല്ലെങ്കിൽ പണമോ നഷ്ടപ്പെടാൻ പാടില്ല. കുറ്റം ചെയ്ത എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അത് ഉദ്യോഗസ്ഥന്മാരായാലും ദേവസ്വം ബോർഡ് അംഗമായാലും എത്ര ഉയർന്ന ഉദ്യോഗസ്ഥന്മാരായാലും അവർക്കെതിരെ മാതൃകാപരമായ നടപടി എടുക്കണം എന്ന് തന്നെയാണ് ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ഉദ്ദേശിക്കുന്നത്. അതിനാണ് എല്ലാ സഹായവും അന്വേഷണ ഏജൻസിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൃത്യമായ അന്വേഷണം എന്തായാലും അന്വേഷണം നടക്കുകയാണല്ലോ ശ്രീ അരുൺകുമാർ. ഇവിടെ ഇപ്പോ ഒരു തീർത്ഥാടന കാലം 17-ന് ആരംഭിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഒരു ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു നിർണായകമായ തീർത്ഥാടന കാലം വരുന്നതിന് മുൻപ് സ്ഥാനമൊഴിഞ്ഞ് ഇനി പുതിയ ഒരാൾ വന്ന് ആ ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുക എന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ആ ഒരു സാഹചര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കാലാവധി നീട്ടിക്കൊടുക്കുക എന്നതൊക്കെ ആയിരുന്നു ആലോചനയിലുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നും നടക്കുന്നില്ല. ഇനി കെ ജയകുമാർ അധികാരമേറ്റ് വേണം അത്തരം നടപടികളിലേക്കൊക്കെ പോകാൻ. അപ്പോൾ ഒരു നിർണായക ഘട്ടത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടി വരികയാണ്. നേരത്തെ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളതുപോലെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള വ്യക്തിയല്ല വരുന്നത്, മറിച്ച് ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്ന വ്യക്തിയെയാണ് അവിടെ കൊണ്ടുവരുന്നത്. വിശ്വാസിയാണെന്ന് സ്വയം സമ്മതിക്കുന്ന വ്യക്തിയാണ് കൊണ്ടുവരുന്നത്. അതൊക്കെ ഒരു തെറ്റ് സമ്മതിക്കലാണോ? ഒരു തിരുത്ത് എന്ന നിലയിൽ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു എന്നത് കൂടി അക്സെപ്റ്റ് ചെയ്യുന്നതാണോ ഈ നിയമനം? അങ്ങനെയുള്ള പ്രതികരണങ്ങളാണ് ഈ മറ്റു പാനലിസ്റ്റുകൾ ഉയർത്തിയത്. ഇവിടെ അത്തരം പാനലിസ്റ്റുകൾ ഉയർത്തുന്നതെല്ലാം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെയാണ്. ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഇത്തരത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒരു പൊതു മണ്ഡലത്തിൽ നിരവധി സ്ഥാനങ്ങൾ അലങ്കരിച്ച ഒരു IASകാരൻ ഈ സ്ഥാനത്തേക്ക് വരുമ്പോൾ ഇതിനു മുമ്പ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളായി വന്നിരുന്നവരെല്ലാം വലിയ അഴിമതിക്കാരായിരുന്നു, അമ്പലം വിഴുങ്ങികളായിരുന്നു എന്നത് സമ്മതിക്കുകയാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം. ഇതൊക്കെ എത്ര വിരോധാഭാസമാണ് പറയുന്നത്. പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർ എത്ര മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇവയൊക്കെ.
ചില മേഖലകളിൽ ഇത്തരത്തിൽ IAS ബിരുദധാരികളും അതുപോലെ ബ്യൂറോക്രാറ്റ് ആയിട്ട് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചവരെ അഡ്മിറ്റ് ചെയ്യുന്ന പല ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ സാഹചര്യം കൊടുക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളായിട്ട് വന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയമുള്ളവർ വന്നാൽ ഇതെല്ലാം വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തവരാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുമോ? ഇപ്പൊ കൊച്ചി റെയിൽ കോർപ്പറേഷൻ, കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ, മെട്രോ ലാഭത്തിൽ ഓടുകയാണ്. കൊച്ചി മെട്രോ, ജല മെട്രോ 6 മാസം കൊണ്ട് 10 ലക്ഷം പേരാ യാത്ര ചെയ്ത്, 10 മാസം കൊണ്ട് 20 ലക്ഷം പേർ യാത്ര ചെയ്തു. ഇപ്പൊ 1/2 കോടിയിലധികം പേർ യാത്ര ചെയ്തു. ഈ കൊച്ചി മെട്രോയെ, ജല മെട്രോയും അതുപോലെ തന്നെ കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷനെ നയിക്കുന്നത് ആരാ? ഈ കേരളത്തിലെ DGP ആയിട്ടിരുന്ന നമുക്കറിയാം ബെഹ്റയാണ് ഇപ്പൊ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പും രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളായിരുന്നവരെല്ലാം ഈ പല ചുമതലയിൽ വന്നിട്ടുണ്ട്. അവരെല്ലാം പ്രശ്നക്കാരായിരുന്നു നമുക്ക് ചിത്രീകരിക്കാൻ കഴിയുമോ? ഇവിടെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. കഴിഞ്ഞ തവണ ശബരിമലയുടെ സീസൺ വന്നപ്പോ, മണ്ഡലകാലം വന്നപ്പോ എത്ര ആരോപണങ്ങളായിരുന്നു. ഓൺലൈൻ ബുക്കിംഗ് വലിയ പ്രശ്നമാണ്, അവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാൽ 41 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന്റെ കാലാവധി കഴിഞ്ഞപ്പോ കോൺഗ്രസിന്റെ നേതാവായ K മുരളീധരനും BJPയുടെ നേതാവായ V മുരളീധരനും രണ്ടുപേരും പറഞ്ഞു, ഈ മണ്ഡലകാലം എത്ര സുഗമമായിട്ടാണ് നടന്നത്, ഒരു പരാതിയും പരിഭവമില്ലാത്തൊരു മണ്ഡലകാലം ഇതിനു മുമ്പ് ഞങ്ങൾ ഇതുപോലെ കണ്ടിട്ടില്ല എന്ന് കോൺഗ്രസും BJPയും ഒരേ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരേ സ്വരത്തിൽ പറയുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ മാറി എന്നതുകൊണ്ട് ശബരിമലയെ അത് ബാധിക്കില്ല, അവിടുത്തെ സുഗമമായിട്ടുള്ള മണ്ഡലകാലത്തെ അത് ബാധിക്കില്ല. ഒരു ഭക്തർക്കും ദർശന സൗകര്യം ഉണ്ടാകാതെ ഇരിക്കുന്ന സാഹചര്യമില്ല. റോഡുകളായാലും ജലസേചന പദ്ധതിയായാലും മറ്റടിസ്ഥാന സൗകര്യങ്ങളായാലും ഏറ്റവും മാതൃകാപരമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞ വർഷത്തതുപോലെ തന്നെ ഒരു മികച്ച മണ്ഡലകാലത്തിന് വേണ്ടി ശബരിമലയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടവർ നല്ല നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ സ്വർണ്ണ പാളിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അവിടെ നടക്കട്ടെ. കുറ്റക്കാരായവർ ആരായാലും നിയമത്തിന് അങ്ങനെ തീരുമാനങ്ങൾ എടുത്ത് ഒരു ശുദ്ധികലശം എന്ന നിലയിൽ പോകുമ്പോൾ അത് ഇതുവരെ ഉണ്ടായിരുന്ന സംവിധാനം ശരിയായ നിലയിലല്ല എന്ന കുറ്റസമ്മതമല്ലേ എന്നതാണ് ഒരു ചോദ്യം. നമ്മൾ ഒരു തിരുത്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അത് തിരുത്താനാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് തുറന്നു പറയാനുള്ള ഒരു ബാധ്യത നിങ്ങളെ സംബന്ധിച്ചുമുണ്ട്. അതാണ് തിരുത്താണ് എങ്കിൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. എന്തുകൊണ്ട് അതിന് തയ്യാറാകുന്നില്ല? സമ്പത്ത് ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ പരിഗണനയിലാണ് എന്നത് അവസാന നിമിഷം വരെ നമ്മൾ കേട്ടതാണ്. മുഖ്യമന്ത്രി ഇടപെട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ നിയമനങ്ങൾക്കെതിരെ നേരത്തെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. കോടതി പോലും പല ഘട്ടങ്ങളിലും അക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ സർക്കാർ ഒരു ശരിയായ വിശ്വാസികളുടെ വിശ്വാസത്തെ കൂടി സംരക്ഷിക്കുന്ന തരത്തിലൊരു നിലപാടെടുക്കുകയാണെങ്കിൽ അതുകൊണ്ടാണ് എന്ന് തുറന്നു പറഞ്ഞ് അക്കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലേ കൂടുതൽ അഭികാമ്യം? രേണുക, 2 ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. ഒന്ന്, രാഷ്ട്രീയ നിയമനം അല്ലെങ്കിൽ ഗവൺമെന്റ് രാഷ്ട്രീയ സ്വഭാവമുള്ള ആളുകളെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായവരെയോ രാഷ്ട്രീയ നിലപാടുള്ളവരെയോ അപ്പോയിന്റ് ചെയ്യുന്നതും ബ്യൂറോക്രാറ്റുകളെ അപ്പോയിന്റ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ആദ്യം സൂചിപ്പിച്ചതിന്റെ തുടർച്ച എന്ന രൂപത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഇവിടെ ബ്യൂറോക്രാറ്റുകളെയോ വിവിധ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരെയോ ഇത്തരത്തിൽ അഡ്മിറ്റ് ചെയ്തു എന്നത് വെച്ച് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെല്ലാം പ്രശ്നക്കാരാണ്, അവർ വേണ്ടത്ര തരത്തിൽ അവർക്ക് തരുന്ന ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരാണ് എന്ന് ചിത്രീകരിക്കാൻ പാടില്ല. ഒരു അങ്ങനെ ചിത്രീകരിക്കുന്നത് ഞാനോ ഈ പാനലിസ്റ്റുകളോ ഒന്നുമല്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. എന്തുകൊണ്ടാണ് N വാസു 3ാം പ്രതിയായി മാറിയത്? ഏത് സാഹചര്യത്തിലാണ്? ഞാനോ ഈ പാനലിസ്റ്റുകളോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടോ പറഞ്ഞിട്ടോ ആണോ? അല്ലല്ലോ. അദ്ദേഹത്തിന്റെ അറസ്റ്റ് വൈകുന്നു. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത് 2ാം ഘട്ടത്തിൽ എത്താമെന്ന് കരുതിയിട്ടാണ്. അദ്ദേഹത്തിന്റെ 3ാം പ്രതിയായ അദ്ദേഹത്തിന്റെ അറസ്റ്റ് വൈകുന്നു എന്നതാണ് ആക്ഷേപം. എന്തുകൊണ്ടാണ്? രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളിൽ അദ്ദേഹത്തിനുള്ള പിടിപാട് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് പോലും വൈകുന്നത് എന്നതാണ് ആക്ഷേപം. അത് അന്വേഷണത്തിനെതിരായ ആക്ഷേപമാണ്, അത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നു. ഈ ദേവസ്വം ബോർഡ് ആരോപണത്തിന് വിധേയമായിട്ടില്ല എന്നതായിരുന്നു മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. ഏറ്റവും അവസാനം കോടതി കേസ് പരിഗണിച്ച് ഇടക്കാല ഉത്തരവിറക്കുമ്പോൾ എന്താണ് അവസ്ഥ? മിനിറ്റ്സ് പോലും ശരിയല്ല, എല്ലാം ക്രമരഹിതമാണെന്ന് പറയുന്നു. അപ്പോൾ ആരോപണത്തിന്റെ അങ്ങേയറ്റം സഹിച്ച് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു ഘട്ടത്തിലാണ് ഈ തീരുമാനങ്ങൾ വരുന്നത്. അപ്പോൾ അതാണെങ്കിൽ തെറ്റ് പറ്റി, ഞങ്ങൾ ഇനി അത് തിരുത്തും എന്നാണ് പറയേണ്ടത്. രണ്ടും രണ്ടാണ്. ഉദ്യോഗസ്ഥന്മാർ ചെയ്ത വീഴ്ച അവരവർക്ക് ഇപ്പൊ ഓരോ ഘട്ടത്തിലും തിരുവാഭരണ കമ്മീഷണർ അടക്കം, ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കം, അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ അടക്കം അവർക്ക് കൊടുത്ത ചുമതല നിർവഹിക്കാത്തതിന്റെ പേരിൽ അവർ ക്രിമിനൽ കേസിൽ പ്രതിയാകുന്നതും അവർ ജയിലിൽ പോകുന്നതും എല്ലാം നമ്മൾ കാണുകയാണ്. ആ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡിന്റെ തലവന്മാർ
അവർ ഒരു വൈക്കാരിയസ് ലയബിലിറ്റി പോലെ താഴെ നടക്കുന്ന പ്രവർത്തനത്തിന് ഉത്തരവാദികളാണ് എന്നൊരു ക്രിമിനൽ കേസിൽ നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും FIR പ്രതിപട്ടികയിൽ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ, ഇന്ന കാലത്തെ ചെയർമാൻ എന്നെല്ലാം ഉണ്ട്, വ്യക്തിപരമായിട്ടുള്ള അഡ്രസ്സിലല്ല. ഇതെല്ലാം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തന്നെ കൃത്യമായി നിരീക്ഷിക്കുന്നു. ഓരോ ആഴ്ചയിലും നടക്കുന്ന ഇൻവെസ്റ്റിഗേഷനെ പരിശോധിക്കുന്നു. ഇതെല്ലാം ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സാ. ഡിവിഷൻ കോടതിയുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. അത് വളരെ കാര്യക്ഷമമായി നിറവേറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനപ്പുറം ഈ തട്ടിപ്പ് ഇപ്പോഴത്തെ ഏതെങ്കിലും ഭരണസമിതി കണ്ടെത്തിയതാണോ? അവർക്ക് സംശയമുണ്ടായി, അവർ അന്വേഷിച്ച് എത്തിയതാണോ? അല്ലല്ലോ. ഈ ഏറ്റവും ഒടുവിൽ വരെ എന്താണ് പറഞ്ഞത്? ഞങ്ങൾക്ക് ഇതുമായി ഒന്നും ഒരു ബന്ധവുമില്ല, ഞങ്ങൾ പരിശുദ്ധരാണ്, ഞങ്ങൾക്ക് മുന്നേ വന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ദേവസ്വം ബോർഡിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നതല്ലേ നമ്മൾ കണ്ടത്? അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് നിർവഹിക്കാനുള്ളതാണല്ലോ. ആ ഉത്തരവാദിത്തങ്ങളൊന്നും അവിടെ നിർവഹിക്കപ്പെട്ടിട്ടില്ല. ഉദ്യോഗസ്ഥർ ചെയ്യുന്ന തട്ടിപ്പിന് അറിഞ്ഞും അറിയാതെയും കൂട്ടുനിൽക്കുകയായിരുന്നു. അതാണ് കോടതികളുടെ നിരീക്ഷണത്തിലൂടെ പുറത്തു നിൽക്കുന്നവർക്ക് മനസ്സിലാകുന്നത്. നിരീക്ഷണത്തിലൂടെ ഒന്നും അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യവും പുറത്തു വന്നിട്ടില്ല. അങ്ങ് ഈ ചോദിച്ച ചോദ്യത്തിനൊരു പെസകുണ്ട്. കാരണം കോടതി ഇത് നേരിട്ട് കണ്ടെത്തിയതല്ലേ എന്ന ചോദ്യത്തിൽ തെറ്റാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2025 ഇതേപോലെ തന്നെ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ, ശബരിമല നിശ്ചയിച്ച സ്പെഷ്യൽ ഓഫീസറുടെ അനുവാദമില്ലാതെ ഇത് നടത്തിയെടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സാഹചര്യം കോടതിയുടെ ശ്രദ്ധപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് പരിഗണിച്ചപ്പോഴാണ് ദേവസ്വം ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ തന്നെ 2019 മുതൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്ന് ബന്ധപ്പെട്ട രേഖകൾ കോടതിയിൽ ഹാജരാക്കി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ആ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകൾ വിളിച്ചു വരുത്തി പരിശോധിക്കുമല്ല. ഇതിന്റെ തുടക്കം അങ്ങനെയാണ്. അല്ലാതെ ഒരൊറ്റ ദിവസം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് 2019 മുതൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തി ഇന്ന രൂപത്തിൽ അന്വേഷണം നടത്താൻ പറഞ്ഞതല്ല. ഇത് ആദ്യം മുതലുള്ള ഡേറ്റ് വൈസ് ഇതുവരെ 9 ഇടക്കാല ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് ഈ വിഷയത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് പരിശോധിച്ചാൽ നമുക്ക് ഡേറ്റ് വൈസ് ആയിട്ട് മനസ്സിലാവും. അവസാനം ഇറങ്ങിയ ഉത്തരവിലും പഴയകാല ഉത്തരവ്, പഴയ മാസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിലുള്ള ഉത്തരവ് കൃത്യമായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആരെയെങ്കിലും സംരക്ഷിക്കാൻ ഗവൺമെന്റോ ദേവസ്വം ബോർഡോ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഏത് ഉയർന്ന ഉദ്യോഗസ്ഥനായാലും ഇത്തരത്തിൽ ഗുരുതരമായ തെറ്റ് ചെയ്തവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് പൂർണ്ണമായ പിന്തുണ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പൊ ഇതിൽ ദേവസ്വം ബോർഡിന്റെ ഇന്ന കാലത്തെ ചെയർമാൻ എന്ന രൂപത്തിൽ FIR-ലുണ്ട്. അവർക്കെതിരെ തെളിവുണ്ടോ? ശക്തമായിട്ടുള്ള നടപടിയായിട്ട് പോട്ടെ എന്ന് ആരാണ് ഇതിനെ സംരക്ഷിക്കുന്നത്? ഒരു ഘട്ടത്തിൽ പോലും ഒരു ഇടപെടലും ഗവൺമെന്റോ ദേവസ്വം ബോർഡോ നടത്തിയിട്ടില്ലല്ലോ. ശബരിമലയുമായി ബന്ധം ഇപ്പൊ ആരാ അകത്തു പോയിരിക്കുന്നത്? തിരുവാഭരണ കമ്മീഷണർ, അയാളുടെ രാഷ്ട്രീയമായി എന്തായിരുന്നു? അതുപോലെ ഈ മുരാരി ബാബുവിന്റെ രാഷ്ട്രീയം എന്തായിരുന്നു? ഇതൊക്കെ നമുക്കറിയാമല്ലോ. ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ടിന്റെ സംസ്ഥാന നേതാവായിട്ട്, INTUCയുടെ നേതാവായിട്ട് കേരളം മുഴുവൻ പ്രസംഗിച്ച് നടക്കുന്നവർ വരെ ഇപ്പൊ ഗോതമ്പുണ്ട തിന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരാളെ പോലും സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. പിന്നെ ഒറ്റ കാര്യോടെ ആദ്യം ചോദിച്ചാൽ ഒരു ഉത്തരവോടെ ഞാൻ പറഞ്ഞോട്ടെ. ഇവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ അവരൊക്കെ പ്രശ്നക്കാരാണെന്നുള്ളൊരു പൊതുബോധം സൃഷ്ടിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. ഒരു ഹൈക്കോടതി ജഡ്ജി ഒരു അഭിഭാഷകനായിട്ട് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾ ജഡ്ജി ആവണമെങ്കിൽ 3 പേർ വിചാരിച്ചാൽ മതി. 3 പേർ കൊളീജിയം അംഗം വിചാരിച്ചാൽ ജഡ്ജാവാം. പക്ഷെ ഒരു പൊതുപ്രവർത്തകനായിട്ട് നിലനിൽക്കണമെങ്കിലോ 10,000-കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചാലേ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകൻ, ഒരു പൊതുപ്രവർത്തകന് അവന്റെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാൻ കഴിയൂ. ആ ഒരു പൊതുപ്രവർത്തകൻ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ അയാൾ വലിയ പ്രശ്നക്കാരാണ്, രാഷ്ട്രീയക്കാർ വന്നാൽ പ്രശ്നമാണ്, അതെല്ലാം ബ്യൂറോക്രാറ്റ് വന്നാലേ ശരിയാവുള്ളൂ എന്നൊരു പൊതുബോധം സൃഷ്ടിക്കാൻ കുറെ നാളായിട്ട് ഇവിടെ ശ്രമിക്കുന്നുണ്ട് ചില ആളുകൾ. അതുകൊണ്ട് പൊതുപ്രവർത്തകരും കൃത്യമായി ദിശാബോധത്തോടെ ഏൽപ്പിക്കുന്ന ജോലി ഭംഗിയായി ചെയ്യുന്ന നിരവധി 10,000-കണക്കിന് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതുകൊണ്ട് ഒരു പൊതുപ്രവർത്തകൻ വരുമ്പോ അതൊക്കെ പ്രശ്നക്കാരാണെന്ന് ആരെങ്കിലും അഴിമതി നടത്തിയിട്ടുണ്ടോ, തെറ്റ് ചെയ്തിട്ടുണ്ടോ, അവരൊക്കെ നിയമപരമായിട്ട് ശിക്ഷിക്കപ്പെടട്ടെ, അകത്ത് പോട്ടെ, ഗോതമ്പുണ്ട തിന്നട്ടെ. അവരെ ഒന്നും ആരും സംരക്ഷിക്കുന്നില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായ അന്വേഷണം ശരിയായ രൂപത്തിൽ നടക്കുകയാണ്. സത്യസന്ധമായി തന്നെ അന്വേഷണം പോവുകയാണ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൃത്യമായിട്ട് അത് വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ചില രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ നടത്തുന്ന നുണപ്രചരണമൊന്നും ജനങ്ങളുടെ മുന്നിൽ ഏക്കില്ല. അത് കൃത്യമാണ്, വ്യക്തമാണ്. ശരി, ശ്രീ നിജേഷ് അരവിന്ദ്, നോക്കൂ, അന്വേഷണം ഒരു ഭാഗത്ത് ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്, മറുഭാഗത്ത്